നമസ്കാരം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളുണ്ട്. ഇതിൽ പരസ്പരം യോജിക്കാത്ത നക്ഷത്രക്കാരുമുണ്ട്. അതിനാലാണ് വിവാഹത്തിന് പലരും നക്ഷത്രപ്പൊരുത്തം നോക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകുന്നത്. ചില നക്ഷത്രക്കാർ ചേർന്നാൽ നിത്യവും കലഹവും മനസമാധാനക്കേടും ഉറപ്പാണ്. ഇത്തരത്തിൽ പരസ്പരം ചേരാത്ത നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. വിവാഹ കാര്യത്തിൽ മാത്രമല്ല, ഈ നക്ഷത്രക്കാർ ഒരു വീട്ടിൽ താമസിച്ചാലും കലഹം ഉറപ്പാണ്. ജ്യോതിഷപ്രകാരം ചേർക്കാൻ പാടില്ലാത്ത 2 നക്ഷത്രക്കാരാണ് അശ്വതിയും തൃക്കേട്ടയും. ഇവർ കൂടിച്ചേർന്നാൽ കലഹമാണ് ഫലം. ഭരണിയും അനിഴവുമാണ് ഇത്തരത്തിൽ ചേർക്കാൻ പാടില്ലാത്ത മറ്റ് 2 നക്ഷത്രങ്ങൾ. ഇവർ തമ്മിൽ ഒന്നിച്ചാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വഴക്കും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. കാർത്തികയും വിശാഖവും പരസ്പരം ചേർന്നാൽ കലഹം ഫലമായി പറയുന്നു. രോഹിണിയും ചോതിയുമാണ് ഈ ഗണത്തിൽപ്പെടുന്ന അടുത്ത നക്ഷത്രങ്ങൾ. ഇവർ തമ്മിൽ ചേർന്നാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. തിരുവോണം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങളും പരസ്പരം ചേരാൻ പാടില്ല. പുണർദം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർ പ്രണയിച്ചാൽ പോലും നിരന്തരം കലഹമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ആയില്യം, മൂലം നക്ഷത്രക്കാർ ഒന്നിച്ചാൽ പ്രശ്നങ്ങൾ വിട്ടൊഴിയില്ല. പൂയം, പൂരാടം നക്ഷത്രക്കാർ പരസ്പരം ചേർന്നാൽ കലഹമാണ് ഫലം.